കൊച്ചി ഇടപ്പള്ളി സ്വദേശി കമാലുദ്ദീനും ഭാര്യ സജിനയുമാണ് സാന്ദ്ര തോമസ് എന്ന യുവതിക്കെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയെയും DGPയെയും സമീപിച്ചിരിക്കുന്നത്. കമാലുദ്ദീന്റെ 1,75,00,000 രൂപ വിലമതിക്കുന്ന വീടും സ്ഥലവും സാന്ദ്ര തോമസ് തട്ടിയെടുത്തതായാണ് പരാതി. കമാലുദ്ദീന് മുൻപ് 25 ലക്ഷം രൂപ ബാങ്കിൽ വായ്പയുണ്ടായിരുന്നു. ബാധ്യതകൾ തീർത്ത് വീട് വിലക്കെടുക്കാമെന്ന് ഉറപ്പു നൽകി സാന്ദ്ര തോമസ് ഇവരെ സമീപിച്ചു. സാന്ദ്രയുടെ വാക്ക് വിശ്വസിച്ച ദമ്പതികൾ വീടും സ്ഥലവും ആധാരം ചെയ്തു നൽകി. എന്നാൽ പിന്നീട് സാന്ദ്ര പണം നൽകാൻ തയ്യാറായില്ലെന്നും പകരം ദമ്പതികൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ പേരിൽ പണം തട്ടാൻ ശ്രമിച്ചുവെന്ന് കാട്ടി പോലീസിൽ കള്ളപ്പരാതി നൽകിയെന്നും ഇവർ ആരോപിക്കുന്നു. ഞങ്ങളുടെ വീടും സ്ഥലവും തട്ടിയെടുക്കാൻ നോക്കിയ സാന്ദ്ര തോമസിനെതിരെ ഞങ്ങളൊരു പരാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ അന്വേഷണം നല്ല രീതിയിൽ നടത്തണം എന്ന് കോടതി വരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു അന്വേഷണവും നടന്നില്ല. ഇതിനെതിരെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും DGPക്കും IG-ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാന്ദ്രയുടെ പരാതിയെ തുടർന്നായിരുന്നു DYFI നേതാവ് സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ പിന്നീട് സാന്ദ്രയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണം നടത്തുകയും ആദായ നികുതി റിട്ടേണും ബാലൻസ് ഷീറ്റും പെരുപ്പിച്ചു കാട്ടി സാന്ദ്ര ബാങ്കുകളെ കബളിപ്പിച്ചെന്ന് DRI കണ്ടെത്തുകയും ചെയ്തിരുന്നു. സാന്ദ്രയ്ക്കെതിരെ സിദ്ദിഖിന്റെ ഭാര്യ ഫാത്തിമയും കൊച്ചി റേഞ്ച് IG-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.